ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമില്ല. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി മിൽക്ക് സർബത്താണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ബദാമും കാഷ്നട്ടും കസ്കസും കോൺഫ്ലവറാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു മിക്സിയിലേക്ക് ബദാം ഇട്ട് കൊടുക്കുക. ബദാം തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് തൊലി കളഞ്ഞെടുത്തതാണ്. അതിലേക്ക് കാഷ്നട്ടും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അതുപോലെ തന്നെ കോൺഫ്ലവർ മാവിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ബദാമും കാഷ്നട്ടും കൂടി അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കുറേശ്ശെ നമ്മൾ കോൺഫ്ലവർ മാവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുക. അല്ലെങ്കിൽ വെറുതെ വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ നോമ്പിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.